പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. 3 വരി 4 വരിയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോവാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വലിയ കിയയുടെ ഷോറൂം കണ്ടു. ഇതെത്ര നോക്കിയിട്ടും തീരുന്നില്ല കേട്ടോ. ഭയങ്കര വലിയതാണ് കേട്ടോ ഇത്. ആദ്യം ഞങ്ങളിത് കണ്ടപ്പോൾ വലിയ മാളെന്തോ ആയിരിക്കും ഇതാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങ് വന്നപ്പോഴാണ് കിയയുടെ ഷോറൂം എന്നാണ് അറിഞ്ഞത്. വലിയതാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ തെലുങ്കാനയുടെ ഒരു ബസ്സാണ് കേട്ടോ ഈ പോകുന്നത്. ഫ്രണ്ട്സ്, പിന്നെ മഞ്ഞ വരി മൊത്തം ടോളാണ്. ഇഷ്ടം പോലെ ടോളാണ്. ഞങ്ങൾ ടോള് കയറ്റും കൊടുത്തു മടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ 6000 രൂപ ടോളിലേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്. 6000 രൂപ മതിയാവോ എന്നറിയത്തില്ല, ഇനി വേണ്ടി വരും. എന്നാലും എത്ര കൊടുത്താലും ഈ വഴിയൊക്കെ അടിപൊളി വഴിയാണ്. നമ്മൾ എന്തോരം വരുന്നുണ്ടെന്ന് അറിയുപോലും ഇല്ല. അടിപൊളി 3-4 വരിയൊക്കെയാണ് ഈ വഴി. പിന്നെ ഈ വഴി നിറച്ചും കൂടുതൽ ട്രക്കാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാറിനെയൊക്കെ കാണും. ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങൾ രാവിലെ 8:30 ആവുമ്പോൾ ഇറങ്ങും. പിന്നെ വൈകുന്നേരമൊക്കെ ആവുമ്പം ഞങ്ങൾ രാത്രിയിലൊന്നും അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. രാത്രിയിൽ 6:30-6 ആവുമ്പോൾ ഞങ്ങൾ റൂം എടുക്കാറുണ്ട്. കാരണം ഈ സ്ഥലമൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ നമുക്ക് റൂമൊക്കെ എടുക്കണ്ടേ. റൂം കാണുന്ന സ്ഥലത്ത് വല്ല ടൗണൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ റൂം എടുക്കും. പിന്നെ ഒരു ടൗണും അടുത്ത ടൗണും തമ്മിലൊരു 100 കിലോമീറ്റർ എങ്കിലും കാണും. അതുകൊണ്ട് ഒരു ടൗൺ കഴിഞ്ഞ് അടുത്ത ടൗൺ കാണാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡ് 4 വരി പാതയാണ് കേട്ടോ. പിന്നെ ഈ റോഡിന്റെ പേര് ജവഹർലാൽ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് എന്നാണ്. ഫ്രണ്ട്സ്, ഇത് ശരിക്കും 8 ലൈൻ ആണ്. ഇവിടെ 4ഉം അപ്പുറത്തും 4ഉം 8. ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ 158 കിലോമീറ്റർ ആണ്. പിന്നെ ഇത് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിനെ വലയം ചെയ്യുന്ന 8 വരി റിംഗ് റോഡ് എക്സ്പ്രസ് വേ ആണ്. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മണിക്കൂർ 120 കിലോമീറ്റർ ആണ്.
ഓരോരുത്തർ മാറിയാണ്. ഞങ്ങൾ ഹൈവേയിൽ കുറെ റൂമൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ ഹൈവേയിൽ ഒരു റൂമും ഇല്ല. പിന്നെ ഇവിടെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ റൂമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്ര യാത്രയൊക്കെ ചെയ്തിപ്പം നമ്മുടെ 3ാമത്തെ ഡേ ആണ്. അപ്പോൾ നമ്മളിപ്പം നാഗ്പൂർ കഴിഞ്ഞ് ഇവിടെ ഒരു ടീ സ്റ്റോറി വന്ന് നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. ഈവനിങ് ആയി, ഒരു വലിയ മഴയുണ്ടായിരുന്നു ഇവിടെ, ലൈറ്റിനിങ്ങും എല്ലാം കൂടി അടിപൊളി മഴയുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മൾ 6 സംസ്ഥാനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് നമ്മൾ പോണത്, മഹാരാഷ്ട്ര. അങ്ങനെ 6 സംസ്ഥാനം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മധ്യപ്രദേശിലോട്ടാണ് പോകുന്നത്. ഒക്കെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. തത്തച്ഛന് വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ചായ വേണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ട്രിപ്പിലും വൈകുന്നേരം ചായ കുടിക്കാൻ നിർത്തും. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മേടിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീ സ്റ്റോൾ. അപ്പൊ ഇപ്പൊ നമുക്കൊരു കപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചായ. അപ്പൊ കഴിഞ്ഞ രാവിലെ ഒരു പ്രാവശ്യം നിർത്തിയായിരുന്നു. അപ്പൊ തത്തച്ഛന് ഇത്രയുള്ള ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ കൊടുത്തത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഇത്രയൊക്കെയുള്ള ഗ്ലാസ്സിലാണ് കിട്ടാറ്. അതെന്നാന്നറിയുന്നില്ല. ഇപ്പൊ ഇതുപോലത്തെ ആണ് കിട്ടിയേക്കുന്നത്. ഏലക്കൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. നല്ല ചായ. രാവിലത്തെ ചായയാണോ അതോ ഈ ചായയാണോ? രാവിലത്തെ ചായ തികഞ്ഞില്ല, വളരെ ചെറിയതാണ്. ഡപ്പായിലുള്ള കുഞ്ഞ് ഇത് കൊള്ളാം. ഇഞ്ചിയൊക്കെ ഇട്ട് ഏലക്കായുണ്ട്, നല്ല ചായയുണ്ട്. പക്ഷേ ഇതും പോരാന്നൊരു തോന്നലുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ വേറെ വട മേടിച്ചിട്ടുണ്ട്. ഇതിൽ മുളകൊക്കെ ഉണ്ട്, അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. കടിച്ചു നോക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സ്നാക്സ് മേടിച്ചത് അതിൻ്റെ പച്ചമുളകാണ്. ഇവിടുത്തുകാരുടെ ഒരു എന്താ ഇവിടെ എല്ലാവരും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിന്നില്ല കേട്ടോ, വെറുതെ തള്ളുവാ. അതിന് ഭയങ്കര എരിവായിരുന്നു. ചായ കുടിച്ചത് മതിയായില്ല, ഈ ചെറിയ കപ്പിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചായയും കൂടെ മേടിച്ചു ഈ ചെറിയ കപ്പിൽ തന്നെ. എത്ര ചായ കുടിക്കുമെന്ന് അറിയത്തില്ല, കാരണം ഒരു ദിവസം 10 എണ്ണൊക്കെ കുടിക്കും. ഫ്രണ്ട്സ്, കാളവണ്ടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ആദ്യം ഫുൾ ലഗേജ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഫുൾ ഡിക്കി നിറച്ചുണ്ട്. അപ്പോൾ ഈ കുറേ കുലുക്കം ഉണ്ടായിരുന്നു, റോഡ് ഒട്ടും കൊള്ളൂലായിരുന്നു. അവിടെ കുറേ കുലുക്കം, ഒരു വലിയ കുലുക്കത്തിൽ എൻ്റെ തുണി വെച്ച ബാഗ് താഴോട്ട് വീണ് ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. എൻ്റെ മേത്ത് ഞാൻ ആദ്യം അറിഞ്ഞില്ല. അപ്പോൾ ചേച്ചി എന്തോ പറഞ്ഞു കേട്ടിരുന്നപ്പോൾ എൻ്റെ മേത്ത് ബാഗ് കിടക്കണേ. അപ്പോൾ ഞാനെടുത്ത് നടുക്കത്തെ റോയിലേക്ക് ഇട്ട് പിന്നെ ഇപ്പോഴും വീണ്ടും അത് ഞങ്ങൾ കയറ്റി വെച്ചായിരുന്നു. പിന്നെ അത് താഴെ വീണു. ഇനി നമുക്ക് കയറ്റി വെക്കണം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ മൊത്തം ലഗേജ് അറിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു ബാഗ് എവിടെ വെക്കുമെന്ന് അറിയത്തില്ല. അതെന്നാണ്ട് എൻ്റെ തലയിലേക്ക് വീണേ കേട്ടോ ബാഗ്. പിന്നെ എടുത്ത് വയ്ക്കാം. മഹാരാഷ്ട്ര
കുഴപ്പമില്ല, താഴെ വീണാൽ ഞാനൊരു പ്രശ്നമുണ്ടാവും. ഇവിടെ കണ്ടിരിക്കുകയാണ്. പുള്ളി നമ്മുടെ വണ്ടിയിൽ ഈ കേരള ടു ലഡാക്കിൽ നിന്ന് ഒപ്പിച്ചത് കണ്ടിട്ട് നമ്മളെ ചേസ് ചെയ്ത് വന്നതാണ്. അപ്പൊ ഈ ചേട്ടന് ഇതൊരു ജാനുവരി ആയിരുന്ന ടൈമിൽ ഇവിടുന്ന് നേരെ കേരളത്തിൽ പോയി നമ്മുടെ അവിടെ ഫുൾ കറങ്ങിയിട്ട് വന്നതാണ്. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട് പറയുവാണ്. നല്ല ഫുഡും പ്ലേസും കോട്ടയത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, കുമരകത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ കാറിലാണ് കേട്ടോ അവർ വന്നത്. പിന്നെ ഞങ്ങളും പോയ വേറെ ട്രിപ്പൊക്കെ ഇവരോട് കുറെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ നിറച്ച് കൃഷിയാണ് കേട്ടോ. ഇത് കടുകാണ് തോന്നുന്നത്. ആ ട്രാവലിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ജാൻസി വഴി പോകാനായിട്ടാണ് ഇരുന്നത്. പക്ഷെ ആ റൂട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് അവർ പറഞ്ഞ ഒരു നല്ല പെർഫെക്റ്റ് റൂട്ടുണ്ട്. ഉത്തർപ്രദേശ് ആഗ്ര കയറി പോകുന്ന ചണ്ഡീഗഡ് ആ പോകുന്ന റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇതാണ് ഇവിടെ നടുക്ക് തന്നെ ഒരു ബെഡുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ 2 കർട്ടൻസ്, പിന്നെ ഇവിടെ ഒരു TV, പിന്നെ ഇവിടെ ഒരു ടേബിളും ഉണ്ട്. പിന്നെ ഇവിടെ 2 ചെയറുണ്ട്. ഇവിടെ മൊത്തം ഞങ്ങളുടെ ലഗേജ് ആണ് കേട്ടോ. പിന്നെ ഇത് AC റൂമുമാണ്. ഇതുപോലത്തെ 2 റൂമുണ്ട്. ഇത് സെയിം തന്നെയാണ് 2 റൂമും. ഇവിടെ ഞങ്ങളും അവിടെ തത്തച്ഛനും തത്തച്ചിയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഓരോ കബോർഡിന്റെ ഏരിയ, ഇവിടെ ഒരു വലിയ മിററുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. എന്റെ തത്തച്ചിയുടെ റൂം പോയി കാണാം. ഇതുപോലെ ഒരു കുഞ്ഞ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ കൂടെ പോയി തത്തച്ഛന്റെ റൂം ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ ഇവിടെ TV, ടേബിള്, ഇവിടെ ഒരു ചെയർ, പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഇവിടെ കബോർഡിന്റെ ഇത് ഒരു മിറർ, പിന്നെ AC ഉണ്ട്, ഫാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കുറച്ച് നേരത്തെയാണ് റൂമിൽ എടുത്തത്. അപ്പം ഇവിടെ വലിയൊരു സ്ട്രീറ്റ് ആയതുകൊണ്ട് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അതും നമുക്ക് കാണിക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ഒക്കെ ആയിട്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ സ്ട്രീറ്റിലാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ചെരുപ്പ് പൊട്ടിയായിരുന്നു. അപ്പൊ നമ്മള് ആദ്യം നിന്ന് ചെരുപ്പ് കടയിലാണ് കയറുന്നത്. ഇതാണ് കേട്ടോ ചെരുപ്പ് കട. ഇത് നമുക്ക് അകത്തേക്ക് കയറാം. ചേച്ചി ഏത് ചെരുപ്പ് എടുക്കണേന്ന് നോക്കാം. ചേച്ചി വണ്ടിയെ ഇറങ്ങിയപ്പോ പെട്ടെന്ന് ചെരുപ്പ് സ്ലിപ്പായി പോയി. അങ്ങനെ വള്ളി പൊട്ടിപ്പോയി. ഇത് കുറെ ചെരുപ്പ് നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നോക്കിയത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. എന്നിട്ടപ്പോ ചേച്ചി ചെരുപ്പ് എടുത്തു. ആ നോക്കിയത് തന്നെയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പോ താമസിക്കുന്ന ഹോട്ടൽ ആ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞ അവിടെയാണ്. അതിന് മുമ്പിലായിട്ട് തന്നെ ശിവജിയുടെ ഒരു പ്രതിമ, ഇങ്ങനെ ഒരു കുതിര പോകുന്ന ഒരു പ്രതിമ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ പാനിപ്പൂരി മേടിക്കുവാണ്. പിന്നെ തത്തിച്ച് കുറെ ചെരുപ്പൊക്കെ മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഞാൻ കിൻഡർ ജോയ് ഒക്കെ മേടിക്കും. ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോ, ബനാന, ആപ്പിൾ അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബനാന കൂടെ മേടിച്ചിട്ട് കിൻഡർ ജോയ് ഒക്കെ മേടിച്ചു. ഇനി നമ്മൾ അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.